EP ജയരാജൻ തെരഞ്ഞെടുപ്പ് ദിവസം നടത്തിയിട്ടുള്ള പത്രപ്രസ്താവനയുമായി ബന്ധപ്പെട്ട് കാര്യം പരിശോധിച്ചു. അത് സംബന്ധിച്ച് പരിശോധിച്ചപ്പോൾ BJP നേതാവിനെ ഏതാണ്ട് ഒരു വർഷം മുമ്പ് നേരിൽ കണ്ടതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സഖാവ് തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. അതുൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് വലിയ പ്രചാരവേല കുറേ ദിവസമായിട്ട് 26-ാം തീയതി മുതൽ കേരളത്തിലുടനീളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ എതിരാളികളെ പല സന്ദർഭങ്ങളിലായിട്ട് നമ്മളെല്ലാം കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അവസാനിച്ചു പോകുന്ന ഒരു പ്രത്യയശാസ്ത്ര കരുത്ത് മാത്രമേ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഉള്ളൂ എന്ന് ഒരുതരം പൈങ്കിളി ശാസ്ത്രം വെച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നത്. ഇതിൽ ഉയർന്നു വന്ന ചില പ്രശ്നങ്ങളുണ്ട്. സഖാവ് ജയരാജൻ തന്നെ പറഞ്ഞത് ആസൂത്രിതമായ ചില നീക്കങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നു. വാർത്തകൾ സന്നിവേശിപ്പിക്കുന്നതിൽ, അത് പ്രചരിപ്പിക്കുന്നതിൽ ചിലരെല്ലാം അതിശക്തിയായ കമ്മ്യൂണിസ്റ്റ് വിരോധം വ്യക്തിപരമായിട്ട് തന്നെ ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുകയുണ്ടായി. അപ്പം ഇത്തരം തെറ്റായ നിലപാടുകളെയും സമീപനങ്ങളെയും ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്നതിനും നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ സ്വീകരിക്കുന്നതിന് സഖാവ് ജയരാജനെ പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുക. അത്തരം കേസ് സംബന്ധമായ കാര്യങ്ങളും കൈകാര്യം ചെയ്യണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ളവരുമായുള്ള ബന്ധങ്ങൾ അത് അവസാനിപ്പിക്കുക തന്നെ വേണം എന്നാണ് സെക്രട്ടേറിയറ്റ് കാണുന്നത്. സഖാവ് പിണറായി തന്നെ 26-ാം തീയതി ഇത്തരം ദല്ലാൽ നന്ദകുമാറിനെ പോലെയുള്ളവരുമായുള്ള ബന്ധം എങ്ങനെയാണ് പ്രശ്നങ്ങളായിട്ട് വരിക എന്നും അന്ന് തന്നെ സൂചിപ്പിച്ചിരുന്നു. അത് ഞങ്ങൾ പൊതുവായിട്ട് ചർച്ച ചെയ്തപ്പോഴത് ശരിയാണ്. നന്ദകുമാറുമായിട്ടുള്ള ബന്ധം ഉൾപ്പെടെ മുമ്പേ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സഖാവ് ജയരാജനും ചൂണ്ടിക്കാണിച്ചത്. ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം. എന്താണ് ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമില്ല. കാരണം എന്താ പറഞ്ഞാൽ അതിലുണ്ടായ സംഭവം ഇങ്ങനെയാണ്. ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് തലേ ദിവസം തന്നെ 25-ാം തീയതിയും ചോദിച്ചിട്ടുണ്ട്, 26-നും ചോദിച്ചിട്ടുണ്ട്. അതിന് ഉള്ള കാര്യം വസ്തുതാപരമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ പറയാൻ പാടില്ല, കളവേ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അത് നിങ്ങളുടെ ഒരു നിലപാടാണ്. കളവെന്നെ പറയാനായിരുന്നു എന്നുള്ളതല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത്. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്താ എങ്ങനെയാണ് വന്നത് കണ്ടതൊക്കെ കൃത്യമായിട്ട് ജയരാജൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാനേ പാടില്ല, കാണാനേ പാടില്ല എന്നുള്ളത് എന്ത് രാഷ്ട്രീയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഒരു ദോഷം ചെയ്യില്ല, പാർട്ടിക്ക് ഒരു ദോഷം ചെയ്യില്ല. കാരണം വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ല, മുഖ്യമന്ത്രി അത് അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. എവിടുന്ന കണ്ടത്? ഞാൻ കണ്ടല്ലോ ഈ കഴിഞ്ഞ 24-ാം തീയതി പോകുമ്പോൾ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ. പക്ഷേ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധമില്ല. അതുകൊണ്ട് അയാളൊരു ഭാഗത്തിരുന്നു, ഞാൻ വേറൊരു ഭാഗത്തിരുന്നു. അതെ, അങ്ങനെ തന്നെ കാണുള്ളൂ. വേറെ എങ്ങനെ കാണുള്ളൂ? ഇത് അതേ ഫ്ലൈറ്റിൽ നിന്ന് വന്ന് കണ്ടു, നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടു, അത്രയും വ്യത്യാസം. വേറെ അധികം വിശദീകരണത്തിന് പ്രശ്നമില്ല. നിങ്ങൾക്ക് പറഞ്ഞാലും മനസ്സിലാവാതെ എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു അജണ്ടയുണ്ട്. ആ അജണ്ട
ഞങ്ങളെ ചെലവിൽ നടത്തണമെന്നാണ് നിങ്ങൾ ധരിക്കുന്നത്. നിങ്ങൾ പറ, ചോദിക്കും, ഓരോരാളായി ചോദിക്കും. അതൊന്നും രാഷ്ട്രീയം തന്നെ. ഓ, അതും ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഇദ്ദേഹം അവിടെ പോയി നേരിട്ട് കാണാൻ പോയതാ. ഇതിലേ പോവുകയായിരുന്നു, പോകുന്ന വഴിക്ക് ഞാൻ കണ്ടു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അത് തന്നെയാണ് ജാവദേക്കറും പറഞ്ഞത്, അത് തന്നെയാണ് ജയലാലും പറഞ്ഞത്. അത്ര നിഷ്കളാണ്, അത്ര നിഷ്കളങ്കമാണ്. പോരെ, അത് ഒരു ശുദ്ധ അസംബന്ധമാണ്. അതല്ലേ കേസ് കൊടുക്കാൻ പറഞ്ഞത്. അസംബന്ധം പറഞ്ഞതിനെല്ലാം കേസ്. തെറ്റായ വിശദീകരണം നൽകിയിട്ടുള്ള ഇവരെല്ലാം ഇല്ലില്ല, ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ശുദ്ധ കളവ് പറയായിരുന്നു, ശോഭയെ ഉൾപ്പെടെ. ലീഗൽ ആക്ഷൻ. അതാ പറഞ്ഞേ, ശോഭ ഉൾപ്പെടെ. ദുഷ്ടലാക്കൊന്നും കാണുന്നില്ല. വേറെ എന്തെങ്കിലും ദുഷ്ടലാക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് എന്ത് നടപടി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാതെ ഞാനാ ഉത്തരവാദി? ഞങ്ങൾ നടപടിയെടുക്കാതെ സംഘടനാപരമായി എന്തെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് മാത്രമേ നടപടിയെടുക്കാൻ പറ്റുക. അങ്ങനെയുള്ള നടപടിയെടുക്കേണ്ട ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലില്ലല്ലോ ഇപ്പോഴും. ഇദ്ദേഹം ജാവദേക്കറെ കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞു, കണ്ടു എന്ന് ജാവദേക്കറും പറഞ്ഞു. ഞങ്ങൾ കാര്യങ്ങളൊന്നും വേറെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പോകുന്ന വഴിക്ക് അവിടെ കയറി കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു തെരഞ്ഞെടുപ്പ്, ഒരു പരിപാടിക്ക് പോകുന്ന പശ്ചാത്തലത്തിലായിരുന്നു. അത് 1 കൊല്ലം മുമ്പുള്ളതാണ്. ആ സമയത്തായിരുന്നു വന്നത്. അത് ഞാൻ പറഞ്ഞിട്ട് പോവുകയും ചെയ്തു എന്ന് പറയുന്നത് അറിയാണ്ടായിരുന്നു. ദേഹീയ ദൂഷ്യം പറഞ്ഞിട്ട് ഒന്നും ശുദ്ധാസംബന്ധമാണ്. അതായത് ഇതല്ലാതെ വേറെ എവിടെയെങ്കിലും കണ്ടു എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുള്ളവർക്ക് ഇതിനായിട്ട് നിയമപരമായ നിലപാട് സ്വീകരിക്കുന്നു തന്നെയാണ് പറഞ്ഞത്. അതിന് അനുവാദം കൊടുത്തിരിക്കുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി അനുവാദം കൊടുത്തിരിക്കുന്നു. ആക്കെ വെറുതെ കഥ പറയുന്നതാണെന്നും. കഥയാണ്, തിരക്കഥ. അതേന്ന് എന്തും പറയുന്നതിന് യാതൊരു മടിയില്ലാതെ കുറെ ആൾ എന്തെങ്കിലും പറയുന്നതിന് നമ്മൾ പറയേണ്ട കാര്യം എന്താ ഉള്ളത്? മുഖ്യമന്ത്രി വിളിച്ചില്ലേ ഇങ്ങോട്ട്? അത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടിയാണ്. ആരൊക്കെയാ തിരക്കഥ എന്നല്ല നിങ്ങൾ കണ്ടുപിടിച്ചു. നന്ദകുമാർ തള്ളി പറഞ്ഞല്ലോ, ഫ്രോഡാണ് ഇന്നലെ തന്നെ പറഞ്ഞില്ലേ? ഇന്നലെ തന്നെ പറഞ്ഞില്ലേ? അത് നിങ്ങൾക്ക് ഈ തള്ളി പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. വലിയ പ്രചരണമുണ്ട്. അതിപ്പോൾ ശരിയല്ലേ? ഇന്നും പോയല്ലോ. അതിനടക്ക് പിന്നെ ഇതെന്താ കാര്യമെന്ന് ജയരാജൻ BJP-യിലേക്ക് പോയിട്ടില്ലല്ലോ, പോകാൻ പോയിട്ടില്ല, പോകുന്നതിന് ഉദ്ദേശിച്ചിട്ടില്ല. അത്രയും കാര്യം പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാ സംശയം? വെറുതെ നിങ്ങൾ കുറേ ആൾ സംശയിച്ചാണ് നടക്കുക. എന്നിട്ട് ചർച്ച ഉണ്ടാക്കാൻ വേണ്ടി വൈകുന്നേരം അങ്ങനെ പോയിട്ടുണ്ടോ, ഇങ്ങനെ പോയിട്ടില്ലയോ? പ്രതിപക്ഷ നേതാവ് പറയുന്നതിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ലാന്ന്. അതുകൊണ്ട് അതൊന്നും മറുപടി പറയണ്ട. അല്ല, പാർട്ടി നയപരമായ ഒരു കാര്യമല്ലല്ലോ അത്. ഒരു ദിവസം ഒരാൾ രാവിലെ പോകുന്ന വഴിക്ക് ഒരാളെ കണ്ടത് അത് പാർട്ടിക്കകത്ത് റിപ്പോർട്ട് ചെയ്യേണ്ട വല്ല കാര്യമുണ്ട്? അതൊന്നുമില്ല. അന്ന് ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല, റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇല്ല, രാഷ്ട്രീയമില്ല. രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെമായ ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ പാർട്ടിയോട് റിപ്പോർട്ട് ചെയ്യണം. അതൊന്നുമില്ലാതെ ഒരാൾ ചാവടിക്കാൻ പോകുന്ന വഴിക്കോ കയറി വേറെ നിങ്ങൾ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലല്ല, അത് രണ്ടാണ്. രണ്ടും ഒന്നാക്കണ്ട. അത് നിങ്ങളുടെ താല്പര്യമാണ്. പ്രധാനമന്ത്രി വിളിച്ചു കൂട്ടിക്കൊണ്ട് പോയി ഭക്ഷണം കൊടുക്കുന്നു. ആ ഭക്ഷണം ഭക്ഷിച്ച ആൾ കുറച്ച് കഴിയുമ്പോഴേക്ക് BJP ആയിട്ട് മാറുന്നു. അതിൽ മാറാൻ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ് പ്രേമേന്ദ്രൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഭക്ഷണം ചെയ്യാൻ അതിങ്ങനെ നിർദോഷമായ രീതിയിൽ ഭക്ഷണം കൊടുത്തതല്ല. അത് നേരത്തെ പറഞ്ഞത് ഇതും രണ്ടും കൂട്ടിച്ചേർക്കണ്ട.